ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മണ്ണിൽ 3000 സൈനികരെ ഒരേ സമയം വിന്യസിച്ചാൽ ലോകം എങ്ങനെ പ്രതികരിക്കും? അതും ആഗോള രാഷ്ട്രീയത്തിലെ രണ്ട് വൻ ശക്തികളായ ഇന്ത്യയും റഷ്യയും തമ്മിലാണെങ്കിലോ? 2026 ഏപ്രിലിൽ പുറത്തുവന്ന ഒരു ഔദ്യോഗിക രേഖ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളെയും ചൈനയെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. 3000 സൈനികർ, യുദ്ധക്കപ്പലുകൾ, അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ ഇവയെല്ലാം പരസ്പരം വിന്യസിക്കാൻ ഇന്ത്യയും റഷ്യയും ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നു. ഇത്രയും കാലം അടഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ നടന്നിരുന്ന സൈനിക നീക്കങ്ങൾ ഇപ്പോൾ ലോകം അറിയുന്നു. എന്താണ് ഇതിനു പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം? ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. റഷ്യയുടെ ഔദ്യോഗിക ലീഗൽ ഇൻഫർമേഷൻ പോർട്ടലിൽ ഏപ്രിൽ 17-ന് പ്രസിദ്ധീകരിച്ച ഒരു കരാറാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. റിലോസ്, അതായത് റഷ്യ-ഇന്ത്യ ലോജിസ്റ്റിക്സ് എക്സ്ചേഞ്ച് അഗ്രിമെന്റ് എന്ന പേരിലാണ് ഈ ഉടമ്പടി അറിയപ്പെടുന്നത്. 2025 ഫെബ്രുവരിയിൽ ഒപ്പുവെച്ച ഈ കരാർ 2026 ജാനുവരി 12 മുതൽ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നുകഴിഞ്ഞു. പക്ഷേ ഇതിന്റെ യഥാർത്ഥ വ്യാപ്തി ലോകമറിയുന്നത് ഇപ്പോഴാണ്. ഇതൊരു യുദ്ധസഖ്യമല്ല, പക്ഷേ അതിനേക്കാൾ വലിയ ചില തന്ത്രപരമായ നീക്കങ്ങൾ ഇതിനു പിന്നിലുണ്ട്. ഈ കരാർ പ്രകാരം ഇന്ത്യയ്ക്കും റഷ്യയ്ക്കും പരസ്പരം സൈനിക താവളങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി ലഭിക്കും. ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും സൈനികർക്ക് താമസിക്കാനും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇരു രാജ്യങ്ങളും നൽകും. വൈദ്യസഹായം, വാർത്താവിനിമയം, വൈദ്യുതി ഇവയെല്ലാം ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. അതായത് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾക്ക് റഷ്യൻ തുറമുഖങ്ങളിലും റഷ്യൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ താവളങ്ങളിലും സ്വന്തം വീട്ടിലെന്ന പോലെ പ്രവർത്തിക്കാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായതെന്താണെന്നറിയാമോ? ഈ കരാറിൽ കൃത്യമായ ചില പരിധികളുണ്ട്. ഒരേ സമയം 5 യുദ്ധക്കപ്പലുകൾ, 10 സൈനിക വിമാനങ്ങൾ, പിന്നെ 3000 സൈനികർ. ഇതാണ് പരമാവധി അനുവദനീയമായ എണ്ണം. റഷ്യൻ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ 2 ആഴ്ച മുൻപ് നോട്ടീസ് നൽകണം. കപ്പലുകൾ ഇന്ത്യൻ തീരം വിടുമ്പോൾ 24 മണിക്കൂർ മുൻപ് അറിയിച്ചിരിക്കണം. ഈ നിയന്ത്രണങ്ങളെല്ലാം രേഖകളിലുണ്ടെങ്കിലും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഈ നീക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. അതുതന്നെയാണ് പ്രശ്നം. ഈ കരാർ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയെ പങ്കാളിയാക്കുമെന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. എന്നാൽ അത് വെറും കിംവദന്തികൾ മാത്രമാണ്. സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പരിശീലനം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഇവയ്ക്ക് മാത്രമേ സൈനികരെ ഉപയോഗിക്കാൻ സാധിക്കൂ എന്ന് കരാറിൽ വ്യക്തമായി പറയുന്നുണ്ട്. സൈനിക അഭ്യാസങ്ങൾ കൂടുതൽ സുഗമമാക്കാൻ ഈ കരാർ സഹായിക്കും. പക്ഷേ ഇതിനു പിന്നിൽ അതിനേക്കാൾ വലിയ ഒരു സാമ്പത്തിക ലക്ഷ്യമുണ്ട്. എന്തിനാണ് ഇത്രയധികം താൽപ്പര്യം ഈ കരാറിൽ കാണിക്കുന്നത്? ഇതിന്റെ ഉത്തരം തേടി നമ്മൾ ആർട്ടിക് മേഖലയിലേക്ക് പോകണം. റഷ്യയുടെ പക്കൽ ആർട്ടിക്കിൽ 40-ലധികം സൈനിക താവളങ്ങളുണ്ട്. വ്ളാഡിവോസ്റ്റോക്ക് മുതൽ ആർട്ടിക് വരെ നീളുന്ന ഈ താവളങ്ങളിൽ ഇന്ത്യയ്ക്ക് പ്രവേശനം ലഭിക്കുന്നത് വലിയൊരു നേട്ടമാണ്. വരും വർഷങ്ങളിൽ ലോകവ്യാപാരത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് ആർട്ടിക്കിലെ പുതിയ സമുദ്രപാതകളായിരിക്കും. മഞ്ഞുരുകുന്നതോടെ പുതിയ കപ്പൽച്ചാലുകൾ അവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭാവിയിലെ വാണിജ്യത്തെ ഇത് ആഴത്തിൽ സ്വാധീനിക്കും. 30 വർഷം മുൻപുള്ള ഇന്ത്യയൊന്ന് ഓർത്തുനോക്കൂ. 1995-ലെ ഇന്ത്യ അല്ല ഇന്നത്തേത്. വരാനിരിക്കുന്ന 30 വർഷത്തിനുള്ളിൽ ഇന്ത്യ $20 ട്രില്യൺ സമ്പദ്വ്യവസ്ഥയായി വളരാൻ പോകുകയാണ്. അത്രയും വലിയൊരു രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ലോകത്തിന്റെ എല്ലാ മൂലകളിൽ നിന്നും വിഭവങ്ങൾ എത്തേണ്ടതുണ്ട്. ഈ വിഭവങ്ങൾ സുരക്ഷിതമായി ഇന്ത്യയിൽ എത്തണമെങ്കിൽ സമുദ്രപാതകളിൽ നമ്മുടെ സാന്നിധ്യം അനിവാര്യമാണ്. ആർട്ടിക്കിലെ ഈ പുതിയ പാതകളിൽ ചൈനയുടെ ആധിപത്യം തടയാൻ ഇന്ത്യയ്ക്ക് റഷ്യയുമായുള്ള ഈ ബന്ധം ആവശ്യമാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരും വലിയൊരു പ്രതിസന്ധിയിലാണ്. ആർട്ടിക്കിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ റഷ്യയ്ക്ക് ചൈനയെ ആശ്രയിക്കേണ്ടി വരുന്നു. എന്നാൽ ചൈനയുടെ മേൽ അമിതമായൊരു ആശ്രയമുണ്ടാകാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല. അവിടെ ചൈനയെ ബാലൻസ് ചെയ്യാൻ അവർക്ക് ഇന്ത്യയെ വേണം. ഇന്ത്യയെ അവിടെ നിക്ഷേപിക്കാനും തുറമുഖങ്ങൾ വികസിപ്പിക്കാനും റഷ്യ ക്ഷണിക്കുന്നു. റഷ്യയുടെ പക്കലുള്ള ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും. ഇത് ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദത്തിനിടയിലാണ് ഇന്ത്യ ഈ കരാർ നടപ്പിലാക്കിയത്. 2026-ൽ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ ഇന്ത്യ തന്റെ തന്ത്രപരമായ സ്വയം ഭരണാധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അമേരിക്കയുമായി ഇന്ത്യയ്ക്ക് സമാനമായ കരാറുണ്ട്. ഫ്രാൻസും ജപ്പാനും ഓസ്ട്രേലിയയുമായും ഇത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. എന്നാൽ ഒരു രാജ്യത്തെയും പ്രീണിപ്പിക്കാൻ വേണ്ടി കാലപ്പഴക്കമുള്ള പങ്കാളിയായ റഷ്യയെ ഉപേക്ഷിക്കാൻ ഇന്ത്യ തയ്യാറല്ല.
ഇന്ത്യ ഒരു വശത്തും ചേരുന്നില്ല എന്നതാണ് സത്യം. നമ്മൾ നമ്മുടെ സ്വന്തം താൽപ്പര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കുന്നത്. ആഗോള ശക്തികളുടെ പോരാക്കത്തിൽ ഏതെങ്കിലും ഒരു വശത്ത് ചേരുന്നത് അപകടമാണെന്ന് യൂറോപ്പിന്റെ ഇന്നത്തെ അവസ്ഥ ഇന്ത്യയെ പഠിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടുതന്നെ എല്ലാവരുമായി ബന്ധം പുലർത്തുകയും എന്നാൽ ആർക്കും അടിമപ്പെടാതിരിക്കുകയും ചെയ്യുക. ഇതാണ് ഇന്ത്യയുടെ നയം. ഇതാണ് മൾട്ടി അലൈൻമെന്റ്. പാശ്ചാത്യ രാജ്യങ്ങൾ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും റഷ്യയിൽ നിന്ന് ഇന്ത്യ അകലില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ കരാർ ലോകത്തിന് നൽകുന്നത്. ഇന്ത്യ സ്വന്തം താൽപ്പര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. ഇതൊരു സൈനിക നീക്കം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന ദശകങ്ങളിൽ ലോകക്രമത്തെയും സമ്പദ്വ്യവസ്ഥയെയും മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു മാസ്റ്റർ പ്ലാനാണിത്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഈ ബന്ധം ചരിത്രാധിഷ്ഠിതമായ അനിവാര്യതയാണെന്ന് ഈ കരാർ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം വഴി കണ്ടെത്തുന്ന ഇന്ത്യയുടെ ഈ നയതന്ത്രത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.